ഹരേ ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ശ്രീമദ് ഭാഗവത സംസ്കാരത്തിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം. ഭാഗവതം അതിൻ്റെ മൂല്യതയോടുകൂടി വീക്ഷിക്കുന്ന സജ്ജനങ്ങൾക്ക് ജീവിതത്തിൽ ഒരു രീതിയിലുള്ള പരാജയങ്ങളും വന്നു ചേരുകയില്ല. ജീവിതം വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയുള്ളൊരു ശാസ്ത്രം നമ്മുടെ ജീവനത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. അർത്ഥസമ്പുഷ്ടമായ ഈശ്വരമാഹാത്മ്യങ്ങളിലൂടെ നല്ലൊരു തലമുറയെ ശ്രേഷ്ഠമാക്കണ സംസ്കാരമാണ് ഭാഗവത സംസ്കാരം. 10 ധർമ്മങ്ങളിലൂടെ ധന്യമായിട്ടുള്ള ശ്രീമദ് ഭാഗവതം മുൻ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് പരീക്ഷത്തിന് ശാപം കിട്ടുകയും ആയത് പ്രകാരം തൻ്റെ പുത്രനായ ജനമേജയനെ രാജ്യഭാരമേൽപ്പിച്ച് അദ്ദേഹം നർമ്മദാ തീരത്ത് ഇനി എന്താണ് അനുഷ്ഠിക്കേണ്ടുന്നത് എന്നുള്ള ചിന്തനത്തിൽ മുന്നോട്ട് പ്രയാണം ചെയ്യുമ്പോൾ അവിടേക്ക് ഈശ്വര സാക്ഷാത്കാരഭാവത്തിൽ എത്തിച്ചേർന്ന അതീവ ശ്രദ്ധേയനായിട്ടുള്ള ഗുരുവരൻ ശുഗബ്രഹ്മർഷി. ആ ശുഗബ്രഹ്മർഷി വന്നതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അത് ശുഖാമൃതം എന്ന് പറയുമ്പോൾ ആരാണ് ഈ ശുഗൻ? അത് വളരെ വ്യക്തമായിട്ട് മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. വ്യാസ പുത്രനാണ് ശുഗബ്രഹ്മർഷി. 4ാമത്തെ പുത്രൻ. അങ്ങനെയുള്ള വ്യാസപുത്രനായിരിക്കണ ശുഗബ്രഹ്മർഷി എങ്ങനെയാണ് തൻ്റെ ജീവനം പരിപൂർണമായിട്ടും ധന്യമാക്കിയിരിക്കുന്നത് എന്ന് നമ്മൾക്ക് ചിന്ത ഉളവാകാം. അതോടൊപ്പം തന്നെ ഉൽപ്പത്തി എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായത് എന്താണ് എന്ന് നമുക്ക് ചിന്ത വരാം. ഒരിക്കൽ ശ്യാമപ്രാസം എന്ന് പറയുന്ന സരസ്വതി നദിയുടെ തീരത്ത് ശ്രദ്ധേയമായിട്ടുള്ള തൻ്റെ ആശ്രമത്തിൽ വ്യാസമഹർഷി യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാന് വേണ്ടിയിട്ടുള്ള ഹവനം ചെയ്യുന്ന കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ശരീരമെടുത്തിരിക്കുന്നവർക്ക് അനേക ദിനഭാവങ്ങളിലുള്ള കർമ്മതലങ്ങൾ കൊണ്ട് മാത്രമേ മനസ്സിനെ ഏകാഗ്രമായിട്ട് നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വ്യാസമഹർഷി പെട്ടെന്ന് ഭഗവാന്റെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്കിലും തൊട്ടടുത്തുള്ള വൃക്ഷക്കൊമ്പിലോട്ട് നോക്കിയപ്പോൾ 2 കിളികളാണ്. ആ കിളികൾ പരസ്പരമായിട്ടുള്ള ദാമ്പത്യഭാവത്തെ ആ ഇണ ചേരുന്നത് കണ്ടപ്പോൾ വ്യാസമഹർഷിയുടെ മനസ്സിൽ വളരെയധികം രോമാഞ്ചമായി എന്ന സന്തോഷഭരിതമായി തീർന്നു. പെട്ടെന്ന് അഭേദ്യമായിട്ടുള്ളൊരു ചൈതന്യം തന്നിലേക്ക് വന്നണയുന്നത് പോലെ തോന്നി. ഭൂമിയിലെ ചെറുജീവികളിലായ പക്ഷികളിൽ പോലും ദാമ്പത്യത്തിൻ്റെ ആ സുഹൃതഭാവത്തെ ധന്യമാക്കിയിരിക്കുന്ന ഈശ്വരചിന്തനത്തെ വേദവ്യാസൻ മനസ്സുകൊണ്ട് കൽപ്പിക്കുകയാണ്. ഭഗവാനെ, ഇത്രയ്ക്ക് മനോഹരമാണോ കുടുംബം എന്നുള്ളത്? ഇമ്പമുള്ളതായി തീരണതാണോ എന്ന് ചിന്തിക്കുകയാണ് വേദവ്യാസ മഹർഷി.
ആ ചിന്തനത്തിലൂടെ അന്നേരം ഭഗവാന്റെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചിന്തനം കയറി വരണത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. ആ ചിന്തനത്തിലൂടെ കുടുംബഭാവത്തെ ചിന്തനം ചെയ്യുക വഴി അദ്ദേഹത്തിൻ്റെ മനസ്സ് അതീവമായിട്ടുള്ള ചൈതന്യത്തിലേക്ക് വരികയും ഈ സമയത്താണ് ഗന്ധർവ ലോകത്ത് നിന്നുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഹൃദാചി എന്ന അപ്സര സ്ത്രീ ആകാശമാർഗെ സഞ്ചരിക്കുന്നത് കണ്ടത്. ആ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞ വേദവ്യാസ മഹർഷിക്ക് അവളിലേക്ക് മനസ്സ് അനുരാഗലോലമായി എന്ന്. അനുരാഗലോലമായ മാത്രയിൽ തന്നിൽ നിന്നും ഉളവായ ഊർജഭാവം താൻ ചെയ്തുകൊണ്ടിരുന്ന കർമ്മപദ്ധതിയിൽ യോനികുണ്ഡത്തിൽ അല്ലെ ഹവനകുണ്ഡത്തിൽ അങ്ങട് വീഴുകയും ആയത് പ്രകാരം ഉളവായ പുത്രനാണ് ശുഗബ്രഹ്മർഷി. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേനേ മതജ്ഞാനം വിനാശയേ. ആ അപ്സരയെ താൻ പ്രാപിക്കുവാനുള്ളവായ കാരണം അതീവ ശ്രദ്ധേയരായിട്ടുള്ള പക്ഷിവർഗങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ശുഖ എന്നുള്ള പരിവേഷം വ്യാസമഹർഷി തൻ്റെ പുത്രന് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് ആനന്ദമുളവാകണതാണ് കുടുംബം എന്നുള്ളത്. ഇന്നത്തെ കുടുംബങ്ങളൊന്നും മനസ്സിന് ആനന്ദമുളവാകുന്നതല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതിവൃത്യധർമ്മങ്ങൾ അനുനയനം അങ്ങോട്ട് നടക്കണില്ല. ഭർത്താവിനെ പരിചരിക്കുക, ഭാര്യയെ ധന്യമായി നോൽക്കുക, കുഞ്ഞുങ്ങളെ പരമമായിട്ട് വളർത്തുക, മാതാപിതാക്കളെ സംരക്ഷിക്കുക, ഇതൊക്കെ ധർമ്മത്തിൽപ്പെട്ടതാണ്. ഈ ധർമ്മങ്ങളൊന്നും ഇന്ന് കലികാല ജീവിതത്തിൽ നടക്കണില്ല എന്നുള്ള പ്രസ്തുത നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ശ്രീമദ് ഭാഗവതം തന്നെ കലികാല വർണ്ണനത്തിൽ പ്രതിപാദിക്കണുണ്ട്. കുടുംബമൊക്കെ ചന്തയ്ക്ക് തുല്യമായി അല്ലെങ്കിൽ മാർക്കറ്റിന് തുല്യമായി സംസ്കാരമില്ലാത്ത രീതിയായി വീട്ടിൽ നിന്നുള്ള ഭക്ഷണമില്ലാതെയായി ആയതോടുകൂടി ശരീരം രോഗത്തിനാൽ പൂരിതമായി. പുറത്തു പോയി ആഹാരം കഴിച്ച് അകത്ത് വന്ന് മലമൂത്രാദി വിസർജനം ചെയ്യണ കർമ്മപദത്തിലേക്ക് എത്തിയപ്പോൾ ആദികളും വ്യാധികളും കൂടെ പിറപ്പായി. പിന്നെ മറ്റെല്ലാ കാര്യങ്ങളും കൂടുതലായിട്ട് അങ്ങോട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്. അരം ഇതെല്ലാം എന്തുകൊണ്ട് വന്നതാണ്? ഈശ്വരചിന്തനം ഇല്ലാത്തതിൻ്റെ പേരിൽ വന്നതാണ്. അന്നേരം ആ ഈശ്വരചിന്തനത്തെയാണ് നമുക്ക് ധന്യമാക്കേണ്ടുന്നത്. ഈശ്വരചിന്തനത്തിലിരുന്നത് കൊണ്ടാണ് ഈശ്വരനെ പോലെ ഒരു മകനെ വ്യാസമഹർഷിക്ക് കിട്ടുവാൻ കാരണമായത്. ഇവിടെ ഭാഗവതം ധർമ്മം അർത്ഥമാക്കണത് എന്താ? ആ വൃക്ഷം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. അതിനകത്തിരിക്കണ രണ്ട് കിളികൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. വ്യാസനോ അതീവ ശ്രദ്ധേയമായിട്ടുള്ള ഇന്ദ്രിയധർമ്മമാണ് വ്യാസൻ. അവിടെ യോനികുണ്ഠമാകണത് സ്ത്രീയുടെ ശരീരത്തെയാണ്.
ഹവനകുണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമർപ്പണകുണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമർപ്പിക്കുകയാണ്. അത് അമ്മയുടെ അണ്ടവാഹിനിക്ക് തുല്യമാണ് അത് ചെന്ന് ചേരുന്ന സ്ഥാനം. ഇതിൽ നിന്നുളവായി എന്ന് ശാസ്ത്രം ഗ്രഹിക്കണം. ഇതിൻ്റെ തത്തുല്യമായിട്ടുള്ള അവസ്ഥകളെയൊക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഭാഗവതത്തെ അടുത്തറിയണമെന്നാണ്. അടുത്തറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വിട്ടുപോകുകയില്ല. അതിനോളം സന്തോഷം മറ്റൊന്നും തരികയുമില്ല. ഉപാസനകൾ കൊണ്ടോ നിത്യനാമ ജപ മന്ത്ര കർമ്മ തലങ്ങൾ കൊണ്ടോ അസാധ്യമായതെന്തും ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുക വഴി അല്ലെങ്കിൽ ശ്രവിക്കുക വഴി ലഭ്യമാകുമെന്നാണ്. ഭഗവാന്റെ നാമധേയങ്ങൾ വാഴ്ത്തുക, ഭഗവാന്റെ ആ പുരാണം ശാസ്ത്രം പ്രത്യക്ഷ അക്ഷര ജ്ഞാനം, ആ അക്ഷരജ്ഞാനമാകണ ശാസ്ത്രഭാവത്തെ നമ്മൾ പ്രത്യേകം വിലയിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം മനോഹരമാക്കുവാൻ വേറൊന്നും വേണ്ട എന്ന ശാസ്ത്രം വിലയിരുത്തി തരികയാണ്. അന്നേരം ഏവർക്കും ഈ ഒരു കാര്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള മനസ്സും സന്തോഷവും ഉളവാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അടുത്ത ഇതിൻ്റെ തലാതലത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകുന്ന യാത്രയിൽ എത്തിച്ചേരുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിച്ചത് അല്ലെങ്കിൽ ദർശിച്ചത്, മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ്. അന്നേരം മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കുക. ഓം ലോകാ സമസ്താ സർവം സുഖിനോ ഭവന്തു, സമസ്തലോകാം സർവം സമൃദ്ധിം ഭവന്തു. ഓം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.